walking away. Your words are lost on me. It's taking everything not to turn around. Throw it away. See if you'll let go of me when you're not holding me. I can see it now. Hey, when I lose, but if I'm gonna lose you, I'm gonna lose it. ഇപ്പം നിങ്ങളെ കാണുന്നത് ജോഹന്നാസ്ബർഗ് ആണ്. സൗത്ത് ആഫ്രിക്കയിലെ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ് ജോഹന്നാസ്ബർഗ്. ഇവിടുത്തെ ഒരു അടിപൊളി കാഴ്ച കാണിക്കാനാണ് AR360 ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും AR360യുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോളിൽ കൂടെ പോകണല്ലേ, അതിൽ കയറാനാണ് പോണത്. ഈ ഏരിയൽ കേബിൾ വേ നമ്മളെ കൊണ്ടുപോകുന്നത് മെഗാലിസ്ബർഗ് മലേൻ്റെ മുകളിലേക്കാണ്. ഇത് ഹാർട്ട് ബീറ്റ് സ്പോർട്ട് എന്ന് പറഞ്ഞ ജോഹന്നാസ്ബർഗിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഏരിയൽ കേബിൾ വേ ഉള്ളത്. ഒരാൾക്ക് 240 റാൻഡാണ് ഇതിൽ കയറാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാശ്. ഒരു ദിവസം മുഴുവൻ നമുക്ക് അതിൻ്റെ മുകളിൽ ചിലവഴിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയിലെ അടിപൊളി കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാനും പിന്നെ ഇഷ്ടപ്പെടുള്ളവർക്ക് ഷെയർ എടുത്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തോണം, മറക്കണ്ട AR360. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് ഈ കേബിളിൽ കയറിയാലോ. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എലിഫന്റ് സാഞ്ചുറി കാണിച്ചായിരുന്നു. നല്ല ഒരു അടിപൊളി സ്ഥലമായിട്ട് കാണാനായിട്ട്. അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേബിൾ വേയുടെ ടിക്കറ്റും എലിഫന്റ് സാഞ്ചുറിയുടെ ടിക്കറ്റും ഒരു കോംബോ ടിക്കറ്റ് ആയിട്ടാണ് ഞാൻ മേടിച്ചത്. കാരണം ഇത് രണ്ടും ഒരേ ഓണർഷിപ്പിൽ നടത്തുന്നതാണ്. അപ്പോൾ ഈ കേബിൾ വേയുടെ മുകളിലേക്ക് നമുക്ക് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റും. എന്തിനാ അത് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്ക് മൗണ്ടൻ ബൈക്കിംഗ് എന്ന് പറഞ്ഞ അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാട്ടോ ഇതൊക്കെ. 1973 ഈ കേബിൾ വേ ആദ്യമായിട്ട് തുടങ്ങിയത്. 1.2 കിലോമീറ്റർ നീളമാണ് ഈ ഒരു കേബിൾ വേയുടെ ഒരു നീട്ടം. ഇത് ആക്ച്വലി നമ്മൾ കൊണ്ടുപോകുന്നത് മെഗാലിസ്ബർഗ് മൗണ്ടൻ നിരകളുടെ, അതായത് മലനിരകളുടെ മുകളിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ മലനിരകളുടെ ഒരു പനോരമിക് വ്യൂ കിട്ടും. മാത്രമല്ല ഹാർട്ട് ബീറ്റ് സ്പോട്ട് ഡാം, സറൗണ്ടിങ് ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പണ്ട് ഇത് ആക്ച്വലി ഇവിടെ ഹാങ് ഗ്ലൈഡിങ്ങിനും പാരാഗ്ലൈഡിങ്ങിനും ഒക്കെ ആയിട്ട് വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഒരു കേബിൾ വേ ഇവിടെ ഉണ്ടാക്കിയത്. പിന്നീട് ഇത് അത്ര ആരും നോക്കാണ്ട് 2005 ഇത് അടച്ചായിരുന്നു. പിന്നെ 2010 കൂടി ഈ ഹാർട്ട് ബീറ്റ് സ്പോട്ട് ഡാം ഏരിയനെ ഒരു ടൂറിസം ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു സ്വിസ് കമ്പനി ഇതിനെ റിനോവേറ്റ് ചെയ്ത് പുതിയ ഒരു കേബിളിംഗ് ഒക്കെ ചെയ്ത് ഇത് റിനോവേറ്റ് ചെയ്തു. ഈ കേബിൾ വേയിൽ 14 6 സീറ്റർ ഹൈടെക് ക്യാബിൻസ് ഉണ്ട്. ഗാൽവനൈസ്ഡ് കേബിൾസ് ആണ് യൂസ് ചെയ്തത്. മാത്രമല്ല ക്യാബിനുള്ളിൽ ടച്ച് സ്ക്രീൻ ടെക്നോളജി, പിന്നെ ഓട്ടോ ക്യാബിൻ സ്പേസിംഗ് ആണ്, കൺവെയർ പ്രോഗ്രാമിംഗ് ടെക്നോളജിയാണ് ഇതിന് സ്പെസിഫിക് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കേബിൾ വേ പ്രവർത്തനം ആരംഭിക്കുന്നേക്കാൾ മുന്നേ 500 മണിക്കൂർ ഇത് ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ കേബിൾ വേയുടെ ഉള്ളിൽ കയറിയിട്ടാ. സ്പീഡിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് പോകാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തുന്ന വരെ. അധികം സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ മുകളിലെത്തിയായിരുന്നു. അപ്പം നമ്മളിത് ഏരിയൽ കേബിൾ വേയിൽ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറി. ഇതൊരു ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വ്യൂ ഉണ്ട് നന്നായിട്ട്. ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. അപ്പം നമ്മൾ പോയിട്ട് ഒരു ഐസ്ക്രീം ഉണ്ട്. നല്ല ചൂടാണ്. ഈ ഏരിയൽ കേബിൾ വേ നമ്മളെ കൊണ്ടു ചെല്ലുന്നത് മെഗാലിസ്ബർഗ് മലേൻ്റെ മുകളിലായിട്ടാണ്. ആ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ടല്ലോ, നല്ല ഒന്നാന്തരം പനോരമിക് വ്യൂ ആണ്. കൂടാണ്ട് ഇഷ്ടം പോലെ റിലാക്സ് ചെയ്യാനുള്ള ടെൻറ്റും അതിന് താഴെയായിട്ട് ബീൻ ബാഗും കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് ഇഷ്ടം പോലെ സീറ്റിംഗ് ഉണ്ട്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പാണ്.
നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ടേബിളുകളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അവർ മനോഹരമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് അലങ്കരിച്ച് നമുക്ക് തരും. കൂടാണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ വ്യൂ ഒക്കെ നോക്കി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പാ ഉണ്ട്. വേണമെങ്കിൽ അത്ര അധികം പൈസയൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റിയ സ്പാ ഉണ്ട്. അങ്ങനെ പല പല സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. നോക്ക് എന്തൊരു അടിപൊളി സ്ഥലമല്ലേ, ഭയങ്കര. ആക്ച്വലി നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. നമ്മൾ ഈ കേബിൾ വേ ഉണ്ടെന്നുള്ളതല്ലാണ്ട് കേബിൾ വേയിൽ വന്നു ഒരു വട്ടം കറക്കും പിന്നെ തിരിച്ചു പോവാം, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചായിരുന്നു. പക്ഷെ എന്ത് രസമാണ്. വേറൊരു ബെസ്റ്റ് അട്രാക്ഷനാണ് ഇവിടുത്തെ സ്പാ. ഇതാണ് ആ സ്പാ. നല്ലൊരു സ്പോട്ടിൽ നല്ല ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് ഒരു അടിപൊളി സ്പാ ഇവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പലതരം മസാജുകളുണ്ട്. നമുക്കത് കാണുമ്പോൾ അവിടെ കിടന്നൊരു മസാജ് ചെയ്യാൻ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ എന്തായാലും ഈ സെറ്റപ്പ് നന്നായിട്ടുണ്ട്. പലരും സ്പാ ചെയ്യുന്നുണ്ടായിരുന്നു. ചുറ്റിനും കാണുന്ന കർട്ടൻസൊക്കെ കവർ ചെയ്തിട്ട് ആ ഒരു വ്യൂ കണ്ട് നമുക്ക് ആ മസാജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പാ. എന്ത് രസമല്ലേ, ആ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ തോന്നും. ഭയങ്കര ചിലവൊന്നുമില്ല ഈ സ്പാ ചെയ്യാനായിട്ട്. നമ്മുടെ നാട്ടിൽ എത്രത്തോളം പൈസയാവും, ഒരു 2000 to 3000 രൂപയാണ് ഈ സ്പാ ചെയ്യാനുള്ള ചാർജ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്ര അധികം പൈസ ഇവർ ഈടാക്കണില്ല. നല്ലൊരു അടിപൊളി ലൊക്കേഷൻ. ഇതിലും വിട്ട് എന്താ വേണ്ടത് ഈ ലൊക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഇവർ റെഡി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ വേറൊരു അടിപൊളി ഫെസിലിറ്റി, ഈ ഇത്രയും മുകളിൽ മലേൻ്റെ മുകളിലുള്ളൊരു ബാർ ഫെസിലിറ്റിയാണ്. ഏത് മദ്യവും നമുക്കിവിടെ കിട്ടും. ഒരു വുഡൻ ഡെക്കാണ് ഫ്ലോറിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ സ്റ്റൈലിലാണ് ഈ ബാറിൻ്റെ ഒരു പണിയും. വുഡിലാണ് ഫുൾ ചെയ്തേണ്ടത്, പിന്നെ കല്ലിലും. ആ ബാർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മീൻസ് ആ ഒരു എല്ലാ ഒരു ഡെക്കറേഷനും അതിൻ്റെ, പിന്നെ കൂടാണ്ട് സീറ്റിങ്ങും ഉണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് നമുക്ക് പിസ്സ അങ്ങനെ ഓർഡർ ചെയ്യാം. പിന്നെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ മേടിച്ച് നമ്മുടെ ലഞ്ചിന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാം. പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമുക്ക് ഈ മൗണ്ടൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൽ നമുക്ക് ഓടിച്ചിറക്കാം. മൗണ്ടൻ ബൈക്കിംഗ് എന്ന് പറയും. ഒരു അഡ്വഞ്ചർ സ്പോട്ടാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഈ സൈക്കിളും ഒക്കെ ഇങ്ങോട്ട് വരണുണ്ടില്ല, അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ നടന്നും പോകാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് പ്ലാൻ ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ വന്നത് ഈ കേബിൾ വേ കാണാനാണല്ലോ, അതുകൊണ്ട് നമ്മളത് ചെയ്യണില്ല. ജസ്റ്റ് ഞാനൊന്ന് ഇറങ്ങിപ്പോയി നോക്കിയതാണ് അതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ ചുറ്റും ഇതുപോലെ തന്നെ കുറേ നടക്കാനുണ്ട്. നമുക്കൊരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ചുറ്റിനും മലയാണ് കണ്ടോ, നല്ല ഭംഗിയാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്ത് വന്ന് ഒരു ദിവസം സ്വന്തം ഫാമിലിയുടെ ഒപ്പമോ അതോ പാർട്ട്ണറുടെ ഒപ്പമോ വന്ന് ഈ മലയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഒരു ഡ്രിങ്ക്സൊക്കെ മേടിച്ച് നല്ല സ്വസ്ഥവും സുന്ദരവുമായിട്ട് ഈ പ്രകൃതി രമണീയത ആസ്വദിച്ചിരിക്കാനായിട്ട് ബെസ്റ്റ് സ്പോട്ടാണ്. ഇഷ്ടം പോലെ ഫാമിലീസ് വന്ന് ഇവിടെ കുട്ടികളെയൊക്കെ കൊണ്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും കുറേ നേരം അവിടെയൊക്കെ നടന്ന് ആ സ്ഥലമൊക്കെ കണ്ട് ആ മലകളൊക്കെ കൺകുളിർക്കെ കണ്ട് നമ്മുടെ ആ ദിവസം അങ്ങനെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹാർട്ട് ബീച്ച് സ്പോട്ട് ഡാമിനുള്ള അടുത്തുള്ള കേബിൾ വേയും കേബിൾ വേൻ്റെ മുകളിലുള്ള മൗണ്ടനും. അടിപൊളി സ്ഥലമാണ് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നേ മുന്നേ വന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ദിസ് ഈസ് ഐശ്വര്യ റാം സൈനിങ് ഓഫ് ഫ്രം AR 360. അപ്പോൾ എല്ലാവരും ബി പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.